السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നമ്മളുടെ ഖുർആൻ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഖലമിലെ 19-ാമത്തെ ആയത്താണ് അവസാനം പറഞ്ഞത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതനാദൗ മുസ്ബിഹീൻ أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تسبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون قالوا يا ويلنا إنا كنا طاغين عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون. തോട്ടക്കാരുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി തന്നെയാണ് ഇനിയും പറയുന്നത്. ഫതനാദൗ മുസ്ബിഹീൻ, എന്നാൽ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. ഫതനാദൗ എന്ന് പറഞ്ഞാൽ പരസ്പരം വിളിച്ചു പറഞ്ഞു. മുസ്ബിഹീൻ, പ്രഭാതവേളയിൽ. അനിഗ്ദൂ അലാ ഹർസികും ഇൻ കുൻതും സ്വാരിമീൻ, നിങ്ങൾ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫലങ്ങൾ മുറിച്ചെടുക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്ത് വരുവിൻ എന്ന് അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു. ഫൻതലഖൂ വഹും യതഖാഫതൂൻ, അങ്ങനെ അവർ പതുക്കെ പറഞ്ഞും കൊണ്ടുപോയി. പതുക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, നിശ്ചയമായും അതിൽ തോട്ടത്തിൽ ഒരു സാധുവും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന്. വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ, സാധുക്കളെ മുടക്കം ചെയ്യുവാൻ കഴിയുന്നവരായും കൊണ്ട് അവർ കാലത്ത് വരികയും ചെയ്തു. അഥവാ പാവപ്പെട്ട ആളുകൾ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ അവർ തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലദാല്ലൂൻ. ഫലമ്മാ റഔഹാ, അങ്ങനെ അത് തോട്ടം കണ്ടപ്പോൾ, ഖാലൂ അവർ പറഞ്ഞു, ഇന്നാ ലദാല്ലൂൻ, നിശ്ചയമായും നാം പിഴച്ചവരാകുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ,
അത്രയുമല്ല, പക്ഷേ നാം വിലക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് എന്ന്. അതായത് പ്രഭാതമായപ്പോഴേക്കും പരസ്പരം വിളിച്ചും ക്ഷണിച്ചും കൊണ്ട് അവർ പതുക്കെ പുറപ്പെട്ടു. ഇക്കുറി സാധുക്കൾക്ക് തോട്ടത്തിൽ വന്ന് ധർമ്മം വാങ്ങുവാനുള്ള അവസരം ഇല്ലാതാക്കാൻ കഴിയുമെന്ന വിചാരത്തോടെ അവർ ആവേശപൂർവം തോട്ടത്തിൽ വന്നെത്തി. നോക്കുമ്പോൾ തോട്ടം ആകെ നശിച്ചു പോയിരിക്കുന്നു. അതുപോലെ നമുക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെ ആദ്യം അവർക്ക് തോന്നി. ഏറെ താമസിയാതെ കാര്യം മനസ്സിലായി. എന്താണ്? തോട്ടത്തിൽ എല്ലാം നശിച്ച അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ, നമുക്ക് സർവവും നഷ്ടപ്പെട്ടുവല്ലോ, നാം ഭാഗ്യം കെട്ടവരായല്ലോ, നമ്മൾ ദുർവിചാരം നമ്മെ അപകടത്തിലാക്കിയല്ലോ എന്നിങ്ങനെ വിലപിക്കുവാൻ തുടങ്ങി. ഇവിടെ 25-ാമത്തെ ആയത്തിൽ സാധുക്കളെ മുടക്കം ചെയ്യുവാൻ കഴിയുന്നവരായും കൊണ്ടും അവർ കാലത്ത് വരികയും ചെയ്തു എന്ന് വചനത്തിന് സാധുക്കളുടെ മുടക്കം ചെയ്യുവാൻ കഴിയുന്നവരായും കൊണ്ട് അഥവാ കഴിയുമെന്ന ഭാവത്തിൽ അവർ പോയി എന്നും ഉദ്ദേശം നിവർത്തിപ്പാൻ വേണ്ടുന്ന കഴിവോടുകൂടി വളരെ ഉത്സാഹപൂർവം പോയി എന്നും മറ്റും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം അർത്ഥത്തിൽ പരസ്പരം യോജിക്കുന്നത് തന്നെയാണ്. തോട്ടത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അവർ ഇന്നാ ലവാലൂൻ, നാം പിഴച്ചവരാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്ക് വഴി പിഴച്ചു, അതിൻ്റെ അനന്തരഫലമാണിത് എന്നും ആകാവുന്നതാണ്. അല്ലാഹു ആലം. ബാക്കി ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ, അവരിൽ കൂടുതൽ മധ്യമനായ ഉത്തമനായ ആൾ പറഞ്ഞു. ഔസതുഹും എന്ന് പറഞ്ഞാൽ കൂടുതൽ മധ്യമനായ അല്ലെങ്കിൽ കൂടുതൽ ഉത്തമനായ ആൾ പറഞ്ഞു, അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തതെന്താണ് എന്ന്. ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ, അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവിന് സ്തോത്ര കീർത്തനം അഥവാ തസ്ബീഹ്, അവനെ പരിശുദ്ധിയെ ഞങ്ങൾ ഇതാ വാഴ്ത്തുന്നു, നിശ്ചയമായും നാം അക്രമികളായി തീർന്നിരിക്കുന്നു എന്നും അവർ പറഞ്ഞു. അതായത് അവരുടെ കൂട്ടത്തിൽ കൂടുതൽ മിതത്വവും മര്യാദയും ഉള്ള ഒരാൾ താൻ നേരത്തെ ഉപദേശിച്ചിരുന്ന ഉപദേശം അവർ ചെവികൊള്ളാതിരുന്നത് കൊണ്ട് നേരിട്ട ഭവിഷ്യത്താണ് ഇത് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ കൂറും നന്ദിയും കാണിക്കേണ്ടതാണ്. അവൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്യേണ്ടതാണ്. അതിനു പകരം നിങ്ങൾ കൈക്കൊള്ളുവാൻ പോകുന്ന ഈ നിലപാട് നല്ലതല്ല എന്നൊക്കെ അദ്ദേഹം ഉപദേശിച്ചിരുന്നു. തങ്ങൾ ചെയ്തത് അക്രമം തന്നെയാണെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നു. പിന്നെ ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതലാവമൂൻ, അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ, അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നിശ്ചയമായും നാം അതിര് കവിഞ്ഞവരായിരിക്കുന്നു.
അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ്. നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് ആഗ്രഹം അഥവാ അപേക്ഷ സമർപ്പിക്കുന്നവരാകുന്നു എന്നും. കദാലിക്കൽ അദാബ്, അപ്രകാരമാണ് ശിക്ഷ. വല അദാബുൽ ആഖിറത്തി അക്ബർ, പരലോക ശിക്ഷയാകട്ടെ കൂടുതൽ വമ്പിച്ചതും തന്നെ. ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ. അഥവാ ഇഹത്തിൽ വെച്ച് അവർക്ക് അനുഭവപ്പെട്ട ദൈവിക ശിക്ഷയാണിത്. ധിക്കാരികൾക്ക് ഇഹത്തിൽ വെച്ച് ലഭിച്ചേക്കുന്ന ശിക്ഷ ഇങ്ങനൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വമ്പിച്ചതായിരിക്കും പരലോകത്ത് വെച്ച് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ജനങ്ങൾ വാസ്തവം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായനെ. എന്നാൽ അവർ ഒരിക്കലും ഇത്തരം ദുശ്ചെയ്തികൾക്ക് വശംവദരാകുമായിരുന്നില്ല എന്നാണ് ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം. തോട്ടക്കാരുടെ സംഭവം വിവരിച്ച ശേഷം അവിശ്വാസികളുടെ ഒരു പിഴച്ച ധാരണക്ക് അള്ളാഹു അടുത്ത വചനങ്ങളിൽ മറുപടി പറയുന്നുണ്ട്. ഞങ്ങളാണല്ലോ തോട്ടങ്ങൾ മുതലായ ധനസമ്പത്തുകൾ ധാരാളമുള്ളവർ. മുസ്ലിങ്ങൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരാണെങ്കിൽ അവർക്കല്ലേ കൂടുതൽ സുഖവും സമ്പത്തും ഉണ്ടായിരിക്കേണ്ടത്. മരണാന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെച്ചും ഇതുപോലെ ഇവരെക്കാൾ സുഖസൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ഇക്കാലത്ത് ചില ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഐഹിക സുഖസൗകര്യങ്ങൾ തങ്ങളുടെ നന്മയുടെ ലക്ഷണമായി കരുതാറുണ്ട്, സമർത്ഥിക്കാറുമുണ്ട്. ഇവരും താഴെ കാണുന്ന വചനങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ്. ഇൻഷാ അള്ളാഹ് ആ വചനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.